ഇറാന്റെ പക്കലുള്ള 1000 പൗണ്ട് അതായത് ഏകദേശം 453.5 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ബലം ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ഹൈ റിസ്ക് പ്ലാനുകൾ വെറും ഒരു പകൽക്കിനാവ് മാത്രമാണെന്ന് ഓരോ പുതിയ സംഭവവികാസങ്ങളും തെളിയിക്കുന്നു. ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ തിരിച്ചുപോക്ക് അസാധ്യമാകുമെന്ന തിരിച്ചറിവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും ഇന്ന് ഭയത്തിലാണ്. ദിവസങ്ങളോളം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ തങ്ങേണ്ടി വരുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും നേരിടേണ്ടി വരിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അന്ത്യമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. പസഫിക് സമുദ്രത്തിലെ ഇവോ ജിമ ദ്വീപിൽ പതാക കാട്ടി വിജയം ആഘോഷിച്ച 20-ാം നൂറ്റാണ്ടിലെ ആ പഴയ അമേരിക്കയല്ല ഇന്നത്തെ ലോകമെന്ന് ട്രംപ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ദ്വീപ് ചാട്ടം തന്ത്രം ഇറാന്റെ മണ്ണിൽ പയറ്റാമെന്ന ട്രംപിന്റെ മോഹം വെറും പാഴായി മാറി. ഇറാന്റെ എണ്ണ സമ്പത്തിന്റെ 90% ഒഴുകുന്ന ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമായി അവശേഷിച്ചു. ഈ ദ്വീപിന് കാവലായി നിൽക്കുന്നത് ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ ചാവേർപ്പടയാണ്. 1980-ൽ ഇറാന്റെ മരുഭൂമിയിൽ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ തകർന്നു വീണ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയുടെ അതേ പതനമാണ് ഇന്ന് ട്രംപിനെയും കാത്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബിട്ടിട്ടും ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെയോ ഭൂമിക്കടിയിലെ മിസൈൽ സിലോകളെയോ തൊടാൻ പോലും അധിനിവേശ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ സ്ഥിരയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ താക്കോൽ തങ്ങളുടെ കൈവശമാണ് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞൊരു സമയം കൂടിയാണിത്. എണ്ണവില 60% വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിരോധത്തിലാക്കാൻ ഇറാന്റെ ഒറ്റ നീക്കത്തിന് സാധിച്ചു എന്നത് സാമ്രാജ്യത്വത്തിന്റെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ ഭാവിയും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ലക്ഷ്യമിട്ട് ട്രംപ് നടത്തുന്ന ഓരോ സൈനിക വിന്യാസവും ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ നിഷ്പ്രഭമായി മാറുകയാണ്. 2003-ൽ ഇറാഖിൽ കണ്ട ഞെട്ടലും വിസ്മയവും തന്ത്രങ്ങൾ ഇറാന്റെ മണ്ണിൽ വലിക്കില്ലെന്ന് അമേരിക്കൻ സൈന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് സൈന്യത്തെ തള്ളിവിടുന്ന ട്രംപിന്റെ നയം വലിയൊരു പരാജയമാണ് എന്നതാണ് ഇതിനകം വ്യക്തമാവുന്നത്. ഇസ്രായേലിലെ ഹൈഫയിലുള്ള ബസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അമേരിക്കൻ പ്രതിരോധ കവചങ്ങളുടെ പരാജയമാണ് വിളിച്ചോതുന്നത്. ഇസ്രായേലിന്റെ ഊർജ്ജ മേഖലയിലെ നിർണായക കേന്ദ്രമായ ഇവിടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടാവുകയും പ്രദേശം പുകയാൽ മൂടപ്പെടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും മിസൈലുകൾക്ക് കഴിഞ്ഞു എന്നത് അമേരിക്കയുടെ സൈനിക മേധാവിത്വം വെറും കടലാസ് പുലി മാത്രമാണ് എന്ന് തെളിയിക്കുന്നു. ഇറാഖിലെ മുഹമ്മദ് ആല വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ യുദ്ധവിമാനം തകർന്നതും മേഖലയിലെ സംഘർഷം അമേരിക്കയുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണ്. അന്താരാഷ്ട്ര തലത്തിലും അമേരിക്ക ഇന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കാനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി വിട്ടുനൽകില്ലെന്ന സ്പെയിനിന്റെ നിലപാട് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. അതേസമയം ക്യൂബക്കെതിരായ ഉപരോധങ്ങളിൽ ട്രംപിന് അപ്രതീക്ഷിതമായി മയപ്പെടേണ്ടി വന്നതും വലിയൊരു പരാജയമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള ഏതൊരു രാജ്യം ക്യൂബയ്ക്ക് എണ്ണ വിൽക്കുന്നതിനോടും തനിക്ക് എതിർപ്പില്ല എന്ന് ട്രംപിന് പറയേണ്ടി വന്നു. കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലായ ക്യൂബയെ സഹായിക്കാൻ 7.30 ലക്ഷം ബാരൽ എണ്ണയുമായി റഷ്യൻ കപ്പലായ അനാട്ടലി കോളോഡ്സ്കിൻ എത്തുമ്പോൾ മുൻപ് വിലക്കേർപ്പെടുത്തിയ ട്രംപിന് ഒടുവിൽ പച്ചക്കൊടി കാട്ടേണ്ടി വന്നു. ഭീഷണിപ്പെടുത്തിയും ഉപരോധം ഏർപ്പെടുത്തിയും രാജ്യങ്ങളെ കീഴ്പ്പെടുത്താമെന്ന അമേരിക്കൻ തന്ത്രം ഇനി നടപ്പില്ലെന്ന തെളിവ് കൂടിയാണിത്. ചുരുക്കത്തിൽ സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും ട്രംപും അമേരിക്കയും ഇന്ന് പൂർണ്ണ പരാജയത്തിന്റെ വക്കിലാണ്.